ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ അവാദനതയില്ലായ്മ നീതീകരിക്കാനാകില്ല. ശബരിമല അറസ്റ്റിൽ പി ജയരാജൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റേത് ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിൽ പ്രതികരിച്ച് മുതിർന്ന CPIM നേതാവ് പി ജയരാജൻ. സ്വർണം വിട്ടു നൽകുന്നതിലും ഫയലുകളിൽ രേഖപ്പെടുത്തുന്നതിലും അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥ സംഘത്തെ നയിക്കുന്നതിൽ ഭരണപരമായ വീഴ്ച കൂടിയുണ്ട് എന്ന് തെളിഞ്ഞതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നതെന്ന് പി ജയരാജൻ പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനത ഇല്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ എത്ര ഉന്നതൻ ആണെങ്കിലും പിടിക്കപ്പെടുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഒരാളെയും സംരക്ഷിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ആ നയം തുടരുമെന്നും പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ഫയലിൽ ചെമ്പുപാളിയെന്ന് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റി. ഇത് മോഷണത്തിലേക്ക് നയിച്ചുവെന്നും പി ജയരാജൻ വ്യക്തമാക്കി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദത്തെ പാടെ തള്ളുന്നതാണ് പി ജയരാജന്റെ നിലപാട്. അറസ്റ്റ് ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ല എന്നാണ് MV ഗോവിന്ദൻ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതികരിച്ചത്. പകുതി വെന്തിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയത്. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരത്തെ പ്രത്യേക സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം എ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന നടന്നു. ആറന്മുളയിലെ പത്മകുമാറിന്റെ വസതിയിലെത്തി SIT സംഘമാണ് പരിശോധന നടത്തിയത്. പത്മകുമാറും സംഘവും ആറന്മുളയിലെ വീട്ടിലിരുന്നാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ.